ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. 2.5 വർഷത്തിനുള്ളിലെ മൂന്നാമത്തെ കേരള സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ BJPയുടെ NDAയുടെ പാലക്കാട്, തൃശ്ശൂർ മണ്ഡലങ്ങളിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടികൾ. മാർച്ച് 29 തീയതി പാലക്കാട് പ്രസംഗവും തൃശ്ശൂരിൽ റോഡ് ഷോയും. BJPയുടെ NDAയുടെ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കാനും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനും ഇന്ത്യയുടെ കാശിയാണ് പാലക്കാടെന്നും NDA സർക്കാർ നിരവധി വികസന പദ്ധതികൾ പാലക്കാട് നൽകിയിട്ടുണ്ടെന്നും മാറി മാറി ഭരിച്ച ഇടതുപക്ഷ വലതുപക്ഷ LDF UDF സർക്കാരുകൾ കേരളം കട്ടുപിടിച്ചെന്നും ഭരണമാറ്റം നൽകാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ. 2021 കേരള ഇലക്ഷനിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം 950 മുകളിൽ. 2026 മത്സരാർത്ഥികളുടെ എണ്ണം 890. സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം താഴ്ന്ന നിലയിൽ. 2021 കേരള നിയമസഭയിലെ 140 സീറ്റിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇടതുപക്ഷത്തിൻ്റെ CPIM 58 സീറ്റ് നേടി. പുതിയ LDF സർക്കാരിന് വേണ്ടി മണ്ഡലങ്ങളിൽ 3000-നും 8000-നും ഇടയിൽ വോട്ടുകളുള്ള SDPIയുടെ പിന്തുണ. ടീം UDF കേരളം ഭരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തങ്ങളുടെ പിന്തുണയോടെ കേരളം ഭരിക്കാനാവുമെന്ന് BJPയുടെ പ്രതിപക്ഷ നേതാവായ രാജീവ് ചന്ദ്രശേഖർ. പാലായിൽ ഷോൺ ജോർജും മാണി സി കാപ്പനും ജോസ് കെ മാണിയും പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ K സുരേന്ദ്രൻ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ മണ്ഡലത്തിലെ വീടില്ലാത്തവർക്ക് 3 മാസത്തിനുള്ളിൽ വീട് നൽകുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ നിലവിലെ MLAയും മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് മത്സരത്തിനൊരുങ്ങുമ്പോൾ 2021 LDF സർക്കാരിൽ അംഗമായി രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കി ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് 15,000-ൽ കൂടുതൽ വോട്ടുകൾ നേടി ബേപ്പൂരിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ UDFൻ്റെ പിന്തുണ. വഞ്ചകർക്കുള്ള മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. ഏപ്രിൽ 9 തീയതി വോട്ട് രേഖപ്പെടുത്താനും ജനവിധി അറിയാൻ മെയ് 4 തീയതി വരെ കാത്തിരിക്കണം. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും.